നമസ്കാരം, PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെയേറെ പ്രസിദ്ധമായ ഊഹാപോഹങ്ങളുള്ള വിലയേറിയ അന്ധവിശ്വാസങ്ങളുള്ള വെള്ളിമുങ്ങയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ടൈറ്റോണിഡേ എന്ന പക്ഷി കുടുംബത്തിലെ ടൈറ്റോ ജനുസിൽപ്പെട്ട ഒരു പക്ഷിയാണ് വെള്ളിമൂങ്ങ. ബിജു മേനോനെ നായകനാക്കി ജിബു ജേക്കബ് സംവിധാനം ചെയ്ത് 2014 പുറത്തിറങ്ങിയ ഒരു രാഷ്ട്രീയ ഹാസ്യചിത്രത്തിൻ്റെ പേര് വെള്ളിമൂങ്ങ എന്നായിരുന്നു. തൻ്റെ ലക്ഷ്യം നേടാനായി അതിരഹസ്യമായി എല്ലാവരെയും അവർക്ക് ഒട്ടും സംശയം വരാത്ത മട്ടിൽ കരുവാക്കി വിജയിക്കുന്ന വ്യക്തിത്വമായിട്ടാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഏറെ ജനപ്രീതി നേടിയ ഈ ചിത്രത്തിന് ശേഷം വെള്ളിമൂങ്ങ എന്ന വാക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട വാക്കായി. അക്കാലത്തിറങ്ങിയ ഒരു വാഹനത്തെയും വെള്ളിമൂങ്ങ എന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കാൻ തുടങ്ങി. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടൈറ്റോ ആൽബ എന്നുള്ളതാണ്. മലയാളത്തിൽ വെള്ളിമൂങ്ങ എന്ന് തന്നെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ബാൺ ഔൾ എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ലോകത്തിൽ അന്റാർട്ടിക്ക ഒഴിച്ച് മറ്റ് ഭൂഖണ്ഡങ്ങളിലെല്ലാം കാണുന്ന ഒരു ഇനം മൂങ്ങയാണ് വെള്ളിമൂങ്ങ. പണ്ട് കാടുകളിൽ മാത്രം കണ്ടിരുന്ന ഈ പക്ഷി ഇപ്പോൾ നഗരങ്ങളിലും ചേക്കേറിയിരിക്കുന്നു. കാടുകളിലെ വാസസ്ഥലം നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും വന്യജീവികൾ മനുഷ്യർ താമസിക്കുന്ന മേഖലകളിലേക്ക് കടന്നു വരുന്നത്. വെള്ളിമൂങ്ങയുടെ കാര്യവും വ്യത്യസ്തമല്ല. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. വിളയും ധാന്യവും നശിപ്പിക്കുന്ന ശത്രുക്കളെ ഇല്ലാതാക്കുന്ന മൂങ്ങകൾ കാർഷിക വൃത്തി ജീവിതമാർഗമാക്കിയിരുന്ന ഒരു കാലത്ത് ഭാഗ്യം കൊണ്ടുവന്നിരുന്ന ജീവികൾ തന്നെയായിരുന്നു. ഒരു ജോഡി വെള്ളിമൂങ്ങ കളപ്പുരയിലുണ്ടെങ്കിൽ അവ ഒരു വർഷം കുറഞ്ഞത് 1500 എലികളെ പിടിക്കുമെന്നാണ് ഒരു ഏകദേശ കണക്ക്. അങ്ങനെ കർഷകരുടെ ഒരു സഹായിയാണ് വെള്ളിമൂങ്ങ. ആ അർത്ഥത്തിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ജീവികളെ കൊല്ലുന്നു, എലികളെ കൊല്ലുന്നു. അതുമൂലം ഈ പരിസ്ഥിതിയുടെ സംരക്ഷകർ കൂടിയാണവർ. രൂപവിവരണം നോക്കാം. വെള്ളിമൂങ്ങയുടെ മുഖം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആകൃതിയിലാണ്. മുഖവും ശരീരത്തിൻ്റെ അടിഭാഗവും വെള്ള നിറത്തിലായിരിക്കും. തലയുടെ പിൻഭാഗവും ചിറകുകളും ഇളം തവിട്ടു നിറവും ഉണ്ടാകാം. ചാരനിറത്തിലുള്ള പുള്ളികൾ ശരീരത്തിൽ ധാരാളമായി ഉള്ള ഈ മൂങ്ങ കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ളവയാണെങ്കിലും ഇവയുടെ കരച്ചിൽ മനുഷ്യന് അരോചകമാണ്. മാത്രമല്ല ഇതിൻ്റെ മുഖം കുട്ടികളെ ഭയപ്പെടുത്തുന്നതുമാണ്. പൊതുവെ ഇണകളായിട്ടാണ് ഇവ ജീവിക്കുന്നത്. ഇര പിടിക്കുന്നതും അങ്ങനെ തന്നെയാണ്. 10 വർഷം വരെ ആയുസ് ഇവയ്ക്കുണ്ട്. ഇരുട്ടിൽ കണ്ണുകൾക്കുള്ള കാഴ്ചശക്തി ഇവയുടെ ഒരു പ്രത്യേകതയാണ്. സാമാന്യതയിൽ കവിഞ്ഞ ശ്രവണശക്തി വെള്ളിമൂങ്ങയുടെ മറ്റൊരു പ്രത്യേകതയാണ്. 180 ഡിഗ്രി ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും തലതിരിക്കുവാനുള്ള കഴിവ് വെള്ളിമൂങ്ങകൾക്കുണ്ട്. ഇനങ്ങളെ നോക്കാം. അന്താരാഷ്ട്ര പക്ഷിശാസ്ത്ര സമാജം വെള്ളിമൂങ്ങയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരിനം ഓസ്ട്രേലിയയിലും ദക്ഷിണേന്ത്യയിലും കാണപ്പെടുന്ന ഈസ്റ്റേൺ ബാൺ ഊൾ എന്ന് പറയുന്ന ഇനമാണ്. TJ സ്റ്റെർട്ടൻസ് എന്ന ഉപവിഭാഗമാണ് കേരളത്തിൽ കാണപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവയുടെ ഇരപിടുത്തത്തെ നോക്കാം. നല്ല കാഴ്ചശക്തിയുള്ള ഈ ജീവികൾക്ക് അസാമാന്യമായ കേൾവിശക്തിയുമുണ്ട്. ചെറിയ ശബ്ദം വരെ നന്നായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ഇരയുടെ ശബ്ദം ചെവിയിൽപ്പെട്ടാൽ തലതിരിച്ച് ഇരു ചെവിയിലും ഒരേ തീവ്രതയിൽ ശബ്ദം വരുന്ന ദിശ മനസ്സിലാക്കാനും ആ ദിശ മനസ്സിലാക്കി ഇരയെ കണ്ടെത്താനും ഇരയെ പറന്നു വന്ന് കൊത്തിപ്പിടിക്കാനും ഒക്കെ ഇവയ്ക്ക് പെട്ടെന്ന് കഴിവുണ്ട്. ചെറിയ ഇരകളെ ഒന്നായിട്ട് വിഴുങ്ങും. രോമങ്ങൾ, നഖങ്ങൾ മുതലായ ദഹിക്കാത്ത ഭാഗങ്ങൾ സാധാരണ ഛർദ്ദിച്ച് കളയാറുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എലികളെ പിടിക്കുന്ന ജീവിയാണ് വെള്ളിമൂങ്ങ. കൂടാതെ പാറ്റ, എലി, ഓന്ത്, പല്ലി മുതലായ മറ്റു ചെറുജീവികളെയും വെള്ളിമൂങ്ങ ഭക്ഷണമാക്കാറുണ്ട്. കൂടിൻ്റെ കാര്യങ്ങൾ നോക്കാം. മരപ്പൊത്തുകൾ, ഇരുളടഞ്ഞ മാളങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളിലെ ഇരുണ്ട മൂലകൾ എന്നിവയൊക്കെയാണ് ഇവ വാസസ്ഥലമാക്കുക. എലികളും പ്രാവുകളും ഇഷ്ടഭക്ഷണമായതുകൊണ്ട് അവ കൂടുതലായി വസിക്കുന്ന മേൽക്കൂരകൾ വെള്ളിമൂങ്ങകളും താമസത്തിനായി തിരഞ്ഞെടുക്കാറുണ്ട്. തുവലുകളും ചവറുകളും ഒക്കെ നിരത്തിയാണ് കൂടുണ്ടാക്കാറുള്ളത്. പ്രജനനത്തെ നോക്കാം. സാധാരണഗതിയിൽ 3 തുടങ്ങി 8 വരെ മുട്ടകളാണ് ഇടാറുള്ളതെങ്കിലും ചിലപ്പോൾ 10-12 മുട്ടകളൊക്കെ ഇട്ടെന്ന് വരും. പിടയാണ് മുട്ടയ്ക്ക് അടയിരിക്കുക.
അടയിരിക്കുമ്പോൾ പൂവൻ തീറ്റ കൊണ്ട് കൊടുക്കും. 29 തുടങ്ങി 34 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയും. കുഞ്ഞുങ്ങൾക്ക് ഈ പിട കൂട്ടിരിക്കും. പൂവൻ കൊണ്ടുവരുന്ന ഇര പിടയാണ് കുഞ്ഞുങ്ങൾക്ക് വായിൽ വെച്ച് കൊടുക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം പിട ഇര തേടാനായിട്ട് ഇറങ്ങും. 55-65 ദിവസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾ പറക്കാറാകും. ഒരു കൊല്ലത്തിൽ 2-3 തവണ മുട്ടയിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. നിയമത്തെ നോക്കാം. ഇന്ത്യയിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് മൂങ്ങകൾ നിയമപരിരക്ഷ ലഭിക്കുന്ന ജീവിയാണ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മൂങ്ങകളെ പിടികൂടാനോ കൂട്ടിലിട്ട് വളർത്താനോ വിപണനം ചെയ്യാനോ പാടില്ല. വന്യജീവി സംരക്ഷണ പട്ടികയിൽപ്പെട്ട ഈ പക്ഷി വംശനാശത്തിൽ നിന്നും രക്ഷിക്കപ്പെടേണ്ടതാണ്. വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ എന്തൊക്കെയാണെന്ന് നോക്കാം. 18-19 നൂറ്റാണ്ടുകളിൽ വെള്ളിമൂങ്ങയ്ക്ക് താമസിക്കാൻ ഔൾ ഹൗസ് നിലനിന്നിരുന്നു. ബിസിനസ്സുകാരും ചൂതാട്ടക്കാരും ഊഹക്കച്ചവടക്കാരുമെല്ലാം ധനലാഭത്തിന് വേണ്ടി ഇവയെ നിയമവിരുദ്ധമായി സൂക്ഷിക്കാറുണ്ടായിരുന്നു. വെള്ളിമൂങ്ങയെ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടുന്നവരും ധാരാളം ഉണ്ടായിരുന്നു. വന്യജീവി കടത്തൽ പല വന്യജീവികളെയും കടത്താറുണ്ടെങ്കിലും വെള്ളിമൂങ്ങയാണ് ഏറ്റവും കൂടുതൽ കടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളരെ വിലപിടിപ്പുള്ള ഒരു വന്യജീവിയാണ് വെള്ളിമൂങ്ങ. നക്ഷത്ര ആമ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി എന്നിവയ്ക്ക് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാനുള്ള കഴിവ് ഉണ്ടെന്ന് ഉള്ള വിശ്വാസമോ അന്ധവിശ്വാസമോ പലർക്കുമുണ്ട്. വെള്ളിമൂങ്ങ ഭാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും മരണലക്ഷണങ്ങൾ പ്രവചിക്കാൻ അല്ലെങ്കിൽ മരണത്തെ മുൻകൂട്ടി കാണാനായിട്ട് വെള്ളിമൂങ്ങയ്ക്ക് കഴിയും എന്നാണ് മറ്റൊരു വിശ്വാസം. ഇവയ്ക്ക് വിദേശത്ത് വളരെ ഡിമാൻഡുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇവ ആഭിചാര ക്രിയകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവാണെന്നുള്ളത്. ദുർമന്ത്രവാദികൾ ഇവയുടെ ചിറക്, തൂവൽ, മാംസം, രക്തം എന്നിവ മന്ത്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു കാര്യം, ചില നാടുകളിൽ തൊഴിൽ വിജയത്തിനും സമ്പത്ത് ആർജിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വെള്ളിമൂങ്ങയെ ബലി കൊടുക്കുന്ന പരിപാടിയുണ്ട്. വേറൊരു കാര്യമെന്ന് വെച്ചാൽ സാത്താനെ ആകർഷിക്കാനും മറ്റുള്ളവരെ വശീകരിക്കാനുമായി വെള്ളിമൂങ്ങകളെ ഉപയോഗിച്ചുള്ള മന്ത്രവാദങ്ങൾ നടത്തുന്ന രീതി ചില സ്ഥലങ്ങളിലുണ്ട്. ഇത്തരം ദുർകർമ്മങ്ങളുടെ ഒടുവിൽ വെള്ളിമൂങ്ങയെ കുരുതി കൊടുത്ത് അതിൻ്റെ രക്തം വീടിന് ചുറ്റും തളിച്ചാൽ സാത്താൻ ഗ്രഹനാഥൻ്റെ അടിമയാകും എന്നാണ് ചിലരുടെയൊക്കെ വിശ്വാസം. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇരുളിലുണ്ടെന്ന് കേട്ടിട്ടുള്ള നിഗൂഢതകളിൽ വിശ്വസിക്കുന്ന ആ പഴയ ബുദ്ധി തന്നെയാണ് മൂങ്ങയെന്ന രാത്രി സഞ്ചാര പ്രിയനെയും അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടിലടക്കിയത്. യക്ഷികഥകളിലെ മന്ത്രവാദികളുടെ തോഴനും മന്ത്രവാദപ്പുരകളുടെ കാവൽക്കാരനും ഒക്കെയായിട്ടാണ് മൂങ്ങകൾ ചിത്രീകരിക്കപ്പെട്ടത്. രാത്രികാലങ്ങളിൽ ഗുഹകളിലും നിലവറകളിലും ഇരുന്ന് ഘോര മന്ത്രവാദക്രിയകൾ നടത്തിയിരുന്ന മന്ത്രവാദികൾ പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ ഉപയോഗിച്ചിരുന്നത് മൂങ്ങകളെയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു തരത്തിൽ പണ്ടത്തെ സെക്യൂരിറ്റി ക്യാമറ കണ്ണുകളായിരുന്നു മൂങ്ങകൾ. ക്രിയകൾ മുടക്കാൻ എത്തുന്നവരുടെ ആഗമനം ഇങ്ങനെയാണത്രേ മന്ത്രവാദികൾ അറിഞ്ഞിരുന്നത്. രാത്രി കണ്ണു കാണുവാനുള്ള മൂങ്ങകളുടെ പ്രത്യേകത മനസ്സിലാക്കിയവരുടെ അറിവും ഭാവനയുമൊക്കെ ഒരുമിച്ചപ്പോൾ ഉണ്ടായതാകണം ഇത്തരം കഥകളൊക്കെ. വെള്ളിമൂങ്ങയുടെ ഈ പ്രത്യേക കഴിവുകളും ഇരപിടിക്കുന്ന രീതികളും അതിൻ്റെ രൂപവും ഒക്കെ ആയിരിക്കാം അതിനിങ്ങനെ ചില പരിവേഷങ്ങൾ നൽകിയത് വിശ്വാസത്തിനും അന്ധവിശ്വാസത്തിനും ഒക്കെ കാരണമായത്. ഏതായാലും അതിൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള അന്ധവിശ്വാസം മനുഷ്യൻ്റെ ഭാവനാ സൃഷ്ടി മാത്രമാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.